ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ പുസ്തക പ്രകാശന ചടങ്ങുകൾ ധാരാളമൊക്കെ നടക്കുന്നുണ്ട്. അതൊരു വെറും ചടങ്ങ് പോലെ അല്ലാതെ വളരെ അടുപ്പമുള്ള മനുഷ്യർ വന്നിരുന്ന് നമ്മൾ സ്ഥിരം ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പുറത്തുള്ള നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോകാൻ വലിയ സന്തോഷം. ഹബീബയുടെ ഒരു പുസ്തകം ഇവിടെ കോഴിക്കോടല്ലാതെ ഇവിടെ ചടങ്ങ് വെച്ചതിൽ ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കാം. വളരെ കുഞ്ഞു നോവലാണ്. മുഴുവൻ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത്രമാത്രം വിശ്വാസങ്ങളും ദൈവങ്ങളും ഗ്രന്ഥങ്ങളും ഒരുപാട് വിശുദ്ധ ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്, ദർശനങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും മനുഷ്യനിപ്പോഴും ഇത്രയും നൂറ്റാണ്ടുകൾ ജീവിച്ച് ശീലിച്ചിട്ടും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടും ഒരുപാട് മഹാഗുരുക്കന്മാരും പ്രവാചകന്മാരും വന്ന് ജീവിതത്തിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് നമ്മളോട് ആഴത്തിൽ സംസാരിച്ചിട്ടും നമ്മുടെ മുമ്പിൽ ജീവിച്ചു തന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രമാത്രം ദുരിതം പേര് ജീവിക്കുന്നത്? നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ധ്യാനങ്ങളുമൊക്കെ എന്തുകൊണ്ടാണ് നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് വരാത്തത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്നേഹത്തിലല്ല, വെറുപ്പിലല്ല. ശത്രുവിനെ സ്നേഹിക്കുക എന്നത് നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രത്തെ എന്തുകൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തത് എന്നുള്ളത് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സുഹൃത്ത് ചോദിച്ചതാണ്, മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം, നിസ്സഹായാവസ്ഥ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരെ സ്നേഹിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണ്. സ്നേഹമുണ്ട്, പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ അറിയില്ല. നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, ഭാര്യയോട് സ്നേഹമുണ്ട്, ഭർത്താവിനോട് സ്നേഹമുണ്ട്, സഹോദരങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ സ്നേഹിക്കുന്ന സന്ദർഭം വരുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വെറുത്തു പോകുന്നത്, ഏറ്റവും കൂടുതൽ നമുക്ക് അമർഷം തോന്നുന്നത്, ഏറ്റവും കൂടുതൽ ഒറ്റ ചവിട്ടിന് കൊന്നുകളയാൻ തോന്നുന്നത് എല്ലാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ശത്രുവിനെയല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുള്ളത് വർഗീയ കലാപത്തിലല്ല, സ്വത്ത് തർക്കത്തിലാണ്. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിലുള്ള പ്രശ്നമല്ല, ഒരു വീട്ടിലുള്ള സഹോദരങ്ങൾക്കിടയിൽ ആണ് ഏറ്റവും കൂടുതൽ കേസ് നടക്കുന്നത്. സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇനിയും ഇത്രയും നമ്മുടെ ചരിത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാക്കുന്ന കഥകളൊക്കെ ഒരുപാട് പറയാറുണ്ട്, പ്രവാചകന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ. നമ്മളുടെ കഥകളിലും നോവലുകളിലും കവിതകളിലും ഒക്കെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ന്യൂനപക്ഷം വരുന്ന കുറച്ച് മനുഷ്യർ ബാക്കിയുള്ളവരെ മുഴുവൻ പീഡിപ്പിക്കുന്ന കഥകളാണ്, വിഷമിപ്പിക്കുന്ന കഥകളാണ്. അതിലേറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. പുരുഷൻ എന്ന വാക്ക് പറയുമ്പോൾ തന്നെ പണ്ട് ഗുരു നിത്യ പറയും, പുരുഷൻ എന്ന വാക്കിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ പരുഷത എന്നൊരു വാക്ക് കാണാം. സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലായി, ഒരു വ്യക്തിയായി ഈ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടു. ഒരു 10-30 വർഷം മുമ്പ് ഇങ്ങനൊരു സദസ്സിൽ ഇത്രയും സ്ത്രീകളൊന്നും വന്നിങ്ങനെ ഇടകലർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. ആദ്യമായിട്ടാണ് സ്ത്രീയെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്ന നിലയിൽ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു ഉൾവെളിച്ചം നമുക്ക് തരുന്നത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണ്. എത്ര വിഷമാണ് നമ്മൾ ആലോചിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ്. നമ്മൾ എത്രമാത്രം ദുർബലരും ചെറിയ ആളുകളുമാണ് എന്നുള്ളതാണ്.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയും കേൾവി ശക്തിയുമുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ തന്നെയാണ് ഉത്തരം. പക്ഷേ മനുഷ്യൻ്റെ കാഴ്ച ശക്തിയുടെ പരിമിതി എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിലുള്ള കണ്ണ് പരിമിതമാണെങ്കിലും, പരിമിതമായ കാഴ്ച ശക്തിയുള്ളതാണെങ്കിലും കണ്ണടയിലൂടെയും മൈക്രോസ്കോപ്പിലൂടെയും ടെലസ്കോപ്പിലൂടെയൊക്കെ നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തി കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും സൂക്ഷ്മമായ ജീവിയെ മുതൽ ഏറ്റവും ദൂരത്തുള്ളത് വരെ കാണാവുന്ന തരത്തിൽ നമ്മൾ മൈക്രോസ്കോപ്പും ടെലസ്കോപ്പൊക്കെ ഉണ്ടാക്കി കണ്ണിനെ പരിണമിപ്പിച്ചു. അതേപോലെ തന്നെയാണ് കേൾവിശക്തി. നമ്മുടെ ശരീരത്തിലുള്ള ചെവിക്ക് വളരെ കുറച്ച് ദൂരമുള്ള ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ടെലിഫോൺ കണ്ടുപിടിച്ച്, മൊബൈൽ കണ്ടുപിടിച്ച് ലോകത്തിലെ എത്ര ദൂരത്തുള്ള മനുഷ്യരെയും നമ്മുടെ വീട്ടിലെ മുറിയിലിരുന്ന് യാതൊരു എഫർട്ടും ഇല്ലാതെ കേൾക്കാവുന്ന തരത്തിൽ നമ്മളുടെ ചെവിയെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിൻ്റെ കാര്യം. നമ്മളുടെ കണ്ണിന് എത്ര കാഴ്ചശക്തി കുറഞ്ഞിരിക്കുന്നുവോ, നമ്മുടെ കാതിൻ്റെ കേൾവിശക്തി എത്ര പരിമിതമായിരിക്കുന്നുവോ, അതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിൻ്റെ ശക്തി വളരെ പരിമിതമാണ്. നമ്മളുടെ ഇഷ്ടത്തിനെതിരെ ഒരാൾ എന്തു പറഞ്ഞാലും അയാളോട് പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ ചെറുതായിരിക്കുന്നതാണ് നമ്മളുടെ ഒക്കെ മനസ്സ്. നമ്മളൊക്കെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആരോടാണ് സ്നേഹം തോന്നുന്നത്? നമ്മൾക്ക് സ്നേഹം തോന്നിയിട്ടുള്ളതൊക്കെ നമ്മളോട് ചേർന്നാണ്. നമ്മളുടെ ചിന്തകളോട്, നമ്മുടെ അഭിപ്രായങ്ങളോട്, നമ്മുടെ വിശ്വാസങ്ങളോട്, നമ്മുടെ ശരികളോട് ആരൊക്കെയാണോ ചേർന്നിരിക്കുന്നത് അവരോടൊക്കെ നമുക്ക് സ്നേഹം തോന്നും. അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? നമ്മളേറ്റവും പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നവർ നമ്മളുടെ ഇഷ്ടത്തിനെതിരെ ഒരു വാക്ക് പറയട്ടെ. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളോ ഭർത്താവോ കുട്ടികളോ ആരും ആയിക്കൊള്ളട്ടെ, നമ്മൾ പറഞ്ഞതിനെതിരായി പറയുമ്പോൾ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കല്ല നമ്മൾ ചെയ്യാറ്. നമ്മളുടെ അഭിപ്രായത്തിന് എതിര് പറഞ്ഞവരെ ഉടൻ ശത്രുവാണ്. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഭർത്താവാണെങ്കിലും ആദ്യം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് അസ്വസ്ഥതയാണ്. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തിയുടെ പരിമിതി പോലെ, കാതിൻ്റെ കേൾവിശക്തിയുടെ പരിമിതി പോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിന് നാച്ചുറലായിട്ടുള്ള ഈ പരിമിതി. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ചിന്തിക്കുന്ന, എൻ്റെ ഇഷ്ടത്തിനോട്, എൻ്റെ ശരിയോട് ചേർന്ന് നിൽക്കുന്നവർ മാത്രമാണ് എനിക്കിഷ്ടം തോന്നുന്നത്. അല്ലാത്തവരൊക്കെ നമ്മൾ തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറിപ്പോവുകയോ ചെയ്യും, ഏറ്റവും പ്രിയപ്പെട്ടവരായാൽ പോലും. ആ മനസ്സിൻ്റെ പരിമിതിയെ അതിജീവിക്കാൻ സ്വാഭാവികമായി വളരെ ചെറുതായിരിക്കുന്ന നമ്മളുടെ മനസ്സിനെ കുറച്ചും കൂടി വിശാലമാക്കാൻ, എന്നെപ്പോലെ തന്നെ എന്നോട് ചേർന്നിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, കുട്ടിക്ക് എന്നെപ്പോലെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടെന്നും അവരെയും ഞാൻ അവരുടെ അഭിപ്രായങ്ങളെയും മാനിക്കേണ്ടതുണ്ടെന്നും ഞാൻ മനസ്സിലാക്കണമെങ്കിൽ എനിക്കും വേണം ഒരു കണ്ണട, എനിക്കും വേണം ഒരു മൈക്രോസ്കോപ്പ്, എനിക്കും വേണം ഒരു ടെലിസ്കോപ്പ്. നാച്ചുറലായിട്ട് നമുക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കാൻ പറ്റില്ല. ആ മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും കണ്ണടയും ഫോണും ഒക്കെയാണ് നമ്മളുടെ വിശ്വാസവും പ്രാർത്ഥനയും ധ്യാനവും കലയും സാഹിത്യവും സംഗീതവും സങ്കല്പങ്ങളുമെല്ലാം. വിശ്വാസങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, കവിതയിലൂടെ, സംഗീതത്തിലൂടെ, കലാസാഹിത്യാദികളിലൂടെ ഒക്കെയാണ് നമ്മളുടെ മനസ്സിൻ്റെ പരിമിതിയെ അതിജീവിക്കുന്നത്. കുറച്ചും കൂടി മെച്ചപ്പെട്ട മനുഷ്യർ നമ്മളാകുന്നത് എല്ലാം പഠിച്ചവൻ്റെ കുട്ടികളെ മക്കളെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം നാച്ചുറലായിട്ട് നമുക്കത് തോന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ മക്കളല്ലേ, നമ്മളുടെ എല്ലാം ഒരു ചോരയല്ലേ, വ്യത്യസ്ത മതങ്ങളിലായിരുന്നെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇതൊക്കെ നിരന്തരം പറയേണ്ടി വരുന്നു നമുക്ക് മനുഷ്യരാവാൻ. കാരണം നമുക്ക് സ്നേഹം നമ്മളോട് മാത്രമാണ്. അടിസ്ഥാനപരമായി നമുക്ക് സ്നേഹം നമ്മുടെ തലച്ചോറിന് ഇഷ്ടം നമ്മളോട് മാത്രം. അതുകൊണ്ട് ഫരീദുദ്ദീൻ അത്താർ എന്ന് പറയുന്ന ഒരു വലിയ സൂഫി വര്യൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, അവരവരോട്
നിരന്തരം സമരം ചെയ്യുന്ന ഒരാൾക്ക് നല്ല മനുഷ്യനാവാൻ പറ്റുമെന്നാണ്. നമ്മൾ സ്നേഹമുള്ളവർ എന്ന് പറയുമെങ്കിലും എന്നോട് ഞാൻ നിരന്തരം സമരം ചെയ്യണം. എന്തുകൊണ്ടാണ്? ഞാൻ എപ്പോഴും, എൻ്റെ മനസ്സെപ്പോഴും എൻ്റെ കൂടെ മാത്രമേ നിൽക്കാറുള്ളൂ. ഞാൻ എന്നോട് സമരം ചെയ്താലേ എൻ്റെ കൂടെ ജീവിക്കുന്നവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റും. കാരണം മനസ്സെപ്പോഴും ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ബുദ്ധി ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ശരിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് മഹാഗുരുക്കന്മാരും പ്രവാചകന്മാരും പറയുന്നത്, നിങ്ങളുടെ ശരിയെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്നവരുടെ ശരിയെ കൂടി ഒന്ന് കാണും. നമ്മുടെ ദൈവം, നമ്മളൊരു യഥാർത്ഥത്തിലുള്ള ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ധ്യാനിക്കുന്നവരാണെങ്കിൽ, ഇനി അതല്ല വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളാണെങ്കിൽ, സർഗാത്മകമായിട്ടുള്ള ലോകത്തിൽ സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ, അങ്ങനെയുള്ളവരുടെ ആദ്യത്തെ ലക്ഷണം ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഞാൻ എന്നെ കേന്ദ്രമാക്കി വെച്ചിരുന്നിടത്ത് മറ്റുള്ളവരെ കേന്ദ്രമാക്കി വയ്ക്കും. നാരായണഗുരുവൊക്കെ പറയുന്നത് പോലെ അവനവൻ ആത്മസുഖത്തിനെ ആചരിക്കുന്നവ അവനെന്ന് സുഖത്തിനായി വരയണം. അപ്പം നമ്മൾ ഒരു സ്ത്രീ വേറൊരു സ്ഥലത്ത് നല്ല സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പോലും മയക്കമരുന്നിന് അടിമയായി, താൻ അടിമയായിരിക്കുന്നത് എന്തിനാണോ അത് വിട്ടുകളയാൻ കഴിയാത്ത ഒരാൾ, കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അതിനിടയിൽ അല്പം സ്നേഹം എവിടെന്നെങ്കിലും കിട്ടണമെന്ന് കരുതി ഒരു പ്രണയത്തിൻ്റെ ആ നനുനനുത്ത അനുഭവം തേടി ഇത്തിരി നേരം അത് ലഭിക്കാൻ വേണ്ടി അലഞ്ഞു തിരിയുന്ന ഒരാൾ. ഇത്രയും നിസ്സഹായമായിട്ടുള്ള സ്ത്രീകളുടെ മാത്രം കഥയല്ല. പുരുഷന്മാർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അവരുടെ ധാർഷ്ട്യം കൊണ്ടാണ്. ദുരിതം എന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, പുരുഷനും സ്വന്തം ജീവിതം ഒന്നും ഒരു നനവോടെ അനുഭവിക്കാൻ കഴിയാതെ മരിച്ചു പോകേണ്ടി വരുന്ന ജീവിയായിട്ട് മാറുക. കാരണം ഈ വലുതായി വരുമ്പോൾ ഗൗരവപ്പെടുക, ഗൗരവത്തോടെ ഇരിക്കലാണ് വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമെന്ന് തെറ്റിദ്ധരിച്ച ഒരേ ഒരു ദുരിതം പിടിച്ച ജീവിയുടെ പേരാണ് മനുഷ്യൻ. നമ്മൾ ഏറ്റവും ലൈറ്റായി അലിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ലൈഫ് ഫീൽ ചെയ്യുന്നത്. എന്നോട് ഒരാൾ ചോദിച്ചു, സ്പിരിച്വാലിറ്റിയെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഒരാൾ സ്പിരിച്വലാണ് എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഞാൻ പറഞ്ഞു, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുമ്പോൾ, വെറുതെ നിൽക്കുന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള ആരെങ്കിലും, ഒരു അമ്മയോ അച്ഛനോ ഏതെങ്കിലും കുട്ടിയെ തോളിലിട്ടിട്ട് മുമ്പിൽ വന്ന് നിൽക്കും. ആ കുട്ടി നമ്മളെ നോക്കി ഒന്ന് ചിരിക്കും. ആ കുട്ടി നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷം, നമ്മളും ആ കുട്ടീനെ നോക്കി ചിരിക്കും. പിന്നെ നമ്മളും ആ കുട്ടിയും തമ്മിലൊരു കളിയാണ്. നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല എന്നാണ്. നമ്മൾ ആ കുട്ടിയിലുള്ള ആ പുഞ്ചിരി നിലനിർത്താൻ വേണ്ടി തികച്ചും അപരിചിതരായിട്ടില്ല. ആ അമ്മ പോലും അറിയുന്നില്ല നമ്മളെ കുട്ടിയായിട്ട് കളിക്കുന്നത്. പക്ഷെ ആ നമ്മളെ ആരെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നാൽ നമ്മൾ നമ്മളെ കണ്ട് അത്ഭുതപ്പെടും. കാരണം നമ്മൾ വലിയ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന, നല്ല പണമുള്ള, പ്രശസ്തരായിട്ടുള്ള, ഇന്ന തറവാട്ടിൽ ജനിച്ചവരൊക്കെ ആയിരിക്കും. പക്ഷെ ആ സമയത്ത് ഇതൊന്നും അല്ലാത്തൊരു നമ്മളവിടെ കാണും. ഇത്രയും ആളുകൾ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും നിൽക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളങ്ങ് മറന്നുപോകും. അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്നവരെ നോക്കി നമ്മളുടെ ഒരു കൃത്രിമമായിട്ടുള്ള വ്യക്തിത്വം ഇങ്ങനെ പ്രകടിപ്പിച്ച് നടക്കുന്ന നമ്മൾ ആ കുറച്ച് സമയത്തേക്കെല്ലാം മറന്നുപോയി നമ്മളൊരു കുട്ടിയെ പോലെയാണ്. ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ സമയത്ത് നമ്മൾ സ്മരിച്ചത്. ആ സമയത്താണ് നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്നത്. നമ്മളുടെ അഭാവം അനുഭവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്നവരാണ് പ്രാർത്ഥന. നമ്മളില്ലാതെയാണ്. നമ്മുടെ വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളൊക്കെ കേട്ടോളണം എന്ന് പറയുന്ന ആൾ ദൈവവിശ്വാസികളിൽ പെട്ടവനല്ല, ക്രിയേറ്റീവും അല്ല. എനിക്കിങ്ങനെ ഒരു അഭിപ്രായമുണ്ട്.
നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ്? ഏതൊരു വിഷയം വരുമ്പോഴും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കി തീരുമാനമെടുക്കുന്ന ആൾ ഞാനില്ലാത്ത ആളാണ്. പണ്ട് ചട്ടമ്പിസ്വാമികൾ നാരായണഗുരു ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തി ജീവിക്കുന്നത് കണ്ടിട്ട് നാരായണഗുരുവിനോട് ചട്ടമ്പിസ്വാമികൾ ചോദിച്ചു, ഇപ്പോൾ വലിയ പ്രവൃത്തിയാരാണല്ലേ എന്ന്. അപ്പോൾ നാരായണഗുരു പറഞ്ഞൊരു മറുപടി ഉണ്ട്, പ്രവൃത്തിയുണ്ട് പക്ഷെ ആരില്ല. നമ്മൾക്കൊക്കെ ആരാണ് കൂടുതൽ പ്രവൃത്തിയേക്കാൾ? എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ ചെയ്തിരിക്കണം. ആരോടെ നമ്മളോട് പറയും? നമ്മളൊരു ജീവിതം മുഴുവൻ സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കണമെന്ന് കരുതി അധ്വാനിച്ച് വലിയ വീടുണ്ടാക്കി മതിൽ കെട്ടി അതിൻ്റെ ഉള്ളിൽ ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് കഴിയണമെന്ന് 100% തീരുമാനിച്ച് കഴിയുന്ന നമ്മുടെ ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടൊക്കെയാണ് ഈ പറയുന്നത്. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചോളൂ. ആ വീട്ടിലെങ്ങനെ സമാധാനം ഉണ്ടാകുന്നത്? ഈ പറയുന്ന ആൾക്ക് സമാധാനം ഉണ്ടാകും. നമ്മൾ കുറച്ചും കൂടി മനുഷ്യരാവും. പണ്ട് ഗുരുനിത്യ പറയും, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ പുസ്തകം എഴുതിയത് കൊണ്ടോ പ്രാർത്ഥിച്ചിട്ടോ ധ്യാനിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നല്ല മനുഷ്യനായിരിക്കുക. നല്ല മനുഷ്യനാവെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല എന്നുള്ളതാണ്. നാച്ചുറലായിട്ട് നല്ല മനുഷ്യനാവാൻ നല്ല പാടാണ്. അത് നമുക്ക് മനസ്സിലാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇഷ്ടത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒന്നും മിണ്ടുമ്പോഴാണ് നമ്മൾ തീരെ മോശം മനുഷ്യനാണെന്ന്. അദ്ദേഹം പറഞ്ഞൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ട്, നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഏറ്റവും ശ്രദ്ധാലുക്കളാവേണ്ടത്. നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ പെരുമാറേണ്ടത്. കാരണം ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് നമ്മളിലെ ഏറ്റവും മോശമായതൊക്കെ പുറത്തു വരിക. അത് നമ്മളുടെ വീടാണ്. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, ഞാനുൾപ്പെടെ എല്ലാവരുടെയും നമ്മുടെ ഏറ്റവും മോശം സ്വഭാവം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലാണ്. ഇവിടെയല്ല, നമ്മുടെ ഓഫീസിലല്ല, നമ്മുടെ മീറ്റിങ്ങുകളിലല്ല. നമ്മൾ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ കൃത്രിമമായ കുപ്പായങ്ങളൊക്കെ അഴിച്ചു മാറ്റി ശരിയായ നമ്മളങ്ങ് അനുഭവിക്കും. ഒരു ചെറിയ കുട്ടിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു കുറച്ച് മുമ്പ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചതാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അറിയാതെ എൻ്റെ കൈ തട്ടി ഗ്ലാസ് താഴെ വീണ് പൊട്ടി. ഗ്ലാസ് താഴെ വീണ് പൊട്ടിയതും അമ്മ എന്നെ പറയാത്ത തെറികളില്ല. എത്ര വില കൊടുത്ത് വാങ്ങിച്ചതാണ്, നിന്നൊക്കെ എന്തിനാണ് വളർത്തുന്നത്? അമ്മയുടെ കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ തെറി. എല്ലാവരും അല്ലെങ്കിൽ നിനക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് നിനക്കറിയോ? ഇങ്ങനെ ചെയ്ത് കേട്ടിട്ട് ഞാൻ തളർന്നു പോയി. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ആ കുട്ടി പറയുന്നത്, അമ്മയുടെ കൈ തട്ടിയിട്ടാണ് ആ ഗ്ലാസ് വീണിരുന്നതെങ്കിൽ അമ്മ എന്താ പറയുക? അമ്മയുടെ കൈ തട്ടിയിട്ടാണ് ആ ഗ്ലാസ് വീണിരുന്നതെങ്കിൽ അമ്മ എന്നെ ചീത്ത പറഞ്ഞ പോലെ സ്വയം ചീത്ത പറയുമോ? ഒരിക്കലും പറയില്ല. അറിയാതെ തട്ടിപ്പോയെന്നേ പറയും. കുട്ടി നിത്യ പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ സംസാരിക്കും, എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കും. കാരണം ഹൃദയത്തിലെ സമാധാനം 90% ഇരിക്കുന്നത് നമ്മുടെ വാക്കിലാണ്, നമ്മുടെ നോക്കിലാണ്, നമ്മുടെ സ്പർശത്തിലൊക്കെയാണ്. പണ്ട് ഗുരുനിത്യയുടെ കൂടെ യാത്ര പോകുന്ന സമയത്ത് ഗുരു പെട്ടെന്നൊരു വീട്ടിലേക്ക് വണ്ടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചാവക്കാടൊക്കെ കഴിഞ്ഞ് പോണ വഴിയിലാണ് ഒരു വലിയ തറവാടാണ്, ഒരു മുസ്ലിം കുടുംബമാണ്. അദ്ദേഹം അവിടെയുള്ള ആള് പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്. കയറി ചെന്നുകൊണ്ടപ്പോൾ ആൾക്ക് ഷോക്ക്. ഉടനെ തന്നെ എല്ലാവരും ഇരുന്നു. അപ്പോൾ ഗുരു ആദ്യം ചോദിച്ചത്, ഉമ്മ ഏത് മുറിയിലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു. അത് 10-15 റൂമുള്ള വലിയ വീടാണ്. ഉടനെ തന്നെ പലരും ഓടി അകത്തേക്ക് ഓടി എല്ലാം ശരിയാക്കുന്നു. ഗുരു ആ ഉമ്മയുടെ മുറിയിലേക്ക് ഞാനും കൂടെ ചെന്നു. വേറെ 2 പേരുടെ ഞങ്ങൾ റൂമിൽ ചെന്നു. വലിയ മുറിയാണ്. ആ ഉമ്മയുടെ അടുത്ത് കസേരയിട്ടിരുന്ന് ഉമ്മയുടെ കൈ ഗുരുവിൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിങ്ങനെ ഇരുന്നു. ഉമ്മ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഒരു 80 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മയാണ്.
എല്ലാ ഐശ്വര്യവരും. കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞ് ഗുരുവിനൊരു തിരക്കുമില്ല. ഒരു യാത്ര പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഗുരുവിൻ്റെ കൈ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. എന്നിട്ട് ആ ഉമ്മ ഗുരുവിനോട് പറയാണ്, എത്ര നാളായി എന്നറിയോ ഗുരു, ഒരാളോട് ഞാൻ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട്. ഇവിടെ എല്ലാവർക്കും തിരക്കാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളെ കണ്ടിട്ടുള്ളത് നിത്യനെ. അദ്ദേഹത്തിനൊരു ധൃതിയില്ല. നമ്മൾ ആ ഉമ്മാക്ക് വേണ്ട എല്ലാതും ആ വീട്ടിലുള്ളവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഉമ്മാക്ക് വേണ്ടി കുറച്ച് സമയം അടുത്ത് ചെന്നിരുന്ന് ആ ഉമ്മാക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ ഒരാളില്ല. തിരിച്ചു വന്ന വലിയ ലൈബ്രറിയുടെ നടുവിൽ ഇരുന്നിട്ട് ആ മകനോട് ഗുരു പറഞ്ഞു, നിങ്ങൾ എത്ര പുസ്തകം എഴുതിയിട്ടൊരു കാര്യമില്ല, നിങ്ങൾ എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര പുസ്തകം വായിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ മതാതീതനായിട്ടും കാര്യമില്ല. അദ്ദേഹം മതാതീത ചിന്തകളാണ്. നിങ്ങൾ മതചിന്തയുള്ള ആളോ മതാതീത ചിന്തയുള്ള ആളോ ശാസ്ത്രചിന്തയുള്ള ആളോ ഒന്നും കാര്യമില്ല. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞിനും ഏറ്റവും പ്രായം കൂടിയ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അവർക്ക് സമയം ആവശ്യം. ഒരുപക്ഷെ എല്ലാ സർഗാത്മകതയും എല്ലാ കൂട്ടായ്മകളും എല്ലാ എഴുത്തും കവിതയും എല്ലാം വിശ്വാസങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കേണ്ടത് ആ മനുഷ്യത്വത്തിലേക്കാണ്. അത് നമുക്ക് നാച്ചുറലായിട്ടില്ല. സ്വാഭാവികമായി നമ്മൾ സമയം കൊടുക്കാർക്കാണെന്നറിയോ? നമുക്കൊപ്പത്തിനൊപ്പമുള്ളവർക്കും നമുക്ക് മുകളിലുള്ളവർക്കും. ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു എഴുത്തുകാരനോ അങ്ങനെ ഏതെങ്കിലും പ്രസിദ്ധനായിട്ടുള്ള ആരെങ്കിലും വീട്ടിൽ വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ സമയം, എല്ലാ പണി മാറ്റി വെച്ച് നമ്മൾ കാത്തിരിക്കും, ഇരുന്നു കൊടുക്കും. പ്രായമാകുന്ന ആളുകൾ നമ്മളെക്കാൾ താഴെയാവും. പ്രായമാകുമ്പോൾ നമ്മളൊക്കെ നാളെ പ്രായമാകുമ്പോൾ നമ്മളറിയണം, ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. നമ്മളുടെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളൊക്കെ ചെറിയവരാവാൻ തുടങ്ങും. നമ്മളിപ്പോഴെങ്ങനെയാണ് പ്രായമായവരെ കാണുന്നത്, നമ്മളിപ്പോഴെങ്ങനെയാണ് കുട്ടികളെ കാണുന്നത്, അതുപോലെ നമ്മളെ എല്ലാവരും കാണാൻ തുടങ്ങും. ഈ ഒരു ആവർത്തിച്ചു തുടരുന്ന ചരിത്രത്തിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും ഗുരുക്കന്മാരും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആവശ്യത്തിൽ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും നമ്മൾക്ക് കാര്യമായ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, ഞാനതും കൂടി പറഞ്ഞ് നിർത്താം. ഞാൻ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതി. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്. അത് എഴുതാൻ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ കുട്ടികളാണ്. അപ്പം ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളോട് സംസാരിക്കുക ചെയ്തു. ഞാൻ അവരോട് പോയി ചോദിച്ചു, ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ മുതിർന്നവർക്ക് കുറേ പ്രശ്നങ്ങൾ, മുതിർന്നവരെല്ലാവരും കുട്ടികളുടെ പ്രശ്നങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്കുണ്ടാവില്ല പ്രശ്നങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ പറ്റുമോ? എന്തിനാണ് ഇങ്ങനെ ഒച്ച ചെയ്തത്? ഞങ്ങളോടൊന്ന് മര്യാദക്ക് റെസ്പെക്റ്റോടെ ശബ്ദം താഴ്ത്തൊന്ന് സംസാരിക്കാൻ പറയുമോ? ഞാൻ ഈ സംസാരിച്ചതൊക്കെ അത്യാവശ്യം പുസ്തകം വായിക്കുകയും നന്നായി ചിന്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ മക്കളോടാണ്. ഞാനൊരു ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു മോളോട് ചോദിച്ചു, ഞങ്ങൾ മുതിർന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, മുതിർന്നവരവിടെ നിൽക്കട്ടെ, ഷൗക്കത്ത് മാമിൻ്റെ പ്രശ്നം പറയാം. അപ്പോൾ ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് കുട്ടികളോടൊക്കെ മര്യാദക്ക് പെരുമാറുന്ന ആളാണെന്നാണ്. അപ്പോൾ ഈ മോളുടെ പ്രായമാണ്. അപ്പോൾ മോൾ എന്നോട് ചോദിച്ചു, ഷൗക്കത്ത് മാമിൻ്റെ പ്രശ്നം പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം? ഷൗക്കത്ത് മാമൻ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എന്നെ ചേർത്ത് പിടിക്കും, സുഖല്ലേ എന്ന് ചോദിക്കും, മിഠായി തരും, ഒക്കെ തരും. കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കും, ഞാനും ഇവിടെ ഇരിപ്പുണ്ട്. ഷൗക്കത്ത് മാമൻ പിന്നീട് സംസാരിക്കുമ്പോൾ എനിക്കൊരിക്കലും ഐ കോണ്ടാക്ട് തരാറില്ല. ഞാനെന്താ ഒരു വ്യക്തിയല്ലേ? നമ്മൾ ജീവിക്കുന്ന കാലത്തെക്കുറിച്ചാണ്. അതെന്താണ് എൻ്റെ മുഖത്ത് നോക്കാത്തത്? അതെന്താണ് അച്ഛനമ്മേനും മാത്രം എന്നെ ഇൻസൾട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. സത്യം, ഞാനത് അറിഞ്ഞിട്ട് പോലില്ല. നമ്മളാരും ഇത് അറിഞ്ഞിട്ടില്ല. പുതിയ കുട്ടികൾ നമ്മളോട് ചോദിച്ചു തുടങ്ങി. ഇപ്പം നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും
അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട സൗഹൃദത്തെക്കുറിച്ചൊക്കെ ആഴത്തിൽ ഇതുപോലെയുള്ള നോവിൻ്റെയും കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് പോലെ നിറയേണ്ടതാണ്. ഞാൻ ഇവരെയും നോക്കി സംസാരിക്കുന്നത്. നമ്മോട് ചിരിക്കുന്നുണ്ട്, ഞാൻ അവളെ നോക്കിയപ്പോൾ. പക്ഷെ എൻ്റെ കണ്ണ് നാച്ചുറലായിട്ട് അങ്ങോട്ട് പോകില്ല. കാരണം നമ്മുടെ തലച്ചോറിന് ശീലം, നമുക്ക് അറിവൊക്കെ ഉണ്ട്, അറിവ് കൊണ്ട് കാര്യമില്ല, ശീലം നമ്മളുടെ ഒപ്പത്തിനൊപ്പം മുകളിലുള്ളവരെ മാത്രം നോക്കി സംസാരിച്ചാണ് ശീലം. കുട്ടികളെ പരിഗണിച്ച് നമ്മൾ ശീലിച്ചിട്ടില്ല. നമ്മൾക്ക് സ്നേഹം വരുമ്പോൾ പരിഗണിക്കണം. അതുകൊണ്ട് ബോധപൂർവം ഞാൻ എൻ്റെ കണ്ണിനെ അവരെ മുഖത്തും കൂടി നോക്കി സംസാരിക്കാൻ പരിശീലിപ്പിച്ചെടുക്കുമ്പോഴാണ് ഞാൻ കൊള്ളാവുന്ന മനുഷ്യരാവുക. ഞാൻ എൻ്റെ വീട്ടിലൊരു തീരുമാനം എടുക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ള കുട്ടികളോടും സ്ത്രീകളോടും പ്രായമായവരോടും കൂടി അഭിപ്രായം ചോദിച്ച് അവരുടെയും കൂടി സമ്മതം വാങ്ങിക്കാവുന്ന ഒരു മനസ്സ് എനിക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത്, അപ്പോഴാണ് ഞാൻ കൊള്ളാവുന്ന മനുഷ്യനാണ്. ഇങ്ങനെ നമ്മളുടെ മനസ്സിനെ നമ്മൾ എത്രമാത്രം ചെറുതായിരിക്കുന്നുവോ ആ ചെറുതിൽ നിന്ന് വലുതാക്കാൻ ശ്രദ്ധയോടുകൂടി നമ്മളോട് ഏറ്റവും ചേർന്നിരിക്കുന്നവർക്ക് അവർക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി അത് പകർന്നു കൊടുക്കാനുള്ള ഒരു ഉള്ള് നമ്മളുടെ ശീലങ്ങളോട് നിരന്തരം സമരം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ പൗരന്മാരാവുക, നമ്മൾ നല്ല മനുഷ്യരാവുക. ഒരെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒരു സങ്കടം വരുമ്പോൾ അയാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്ന ഒരാളെയെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ട് വേണം നമ്മൾ മരിച്ചു പോകാൻ. എങ്കിൽ നമ്മൾ ജീവിച്ച് മരിച്ചവരാണ്. നമ്മൾ മരിച്ചു പോയാൽ പലർക്കും ആശ്വാസം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതം പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ വീട്ടിലൊരു ആശ്വാസമാണ് പലർക്കും. ഒരു മാസം മുമ്പ് എന്നെ നമ്മൾ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കഥയല്ല, ഒരു മോള് വിളിച്ചത്, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നൊരു മോള് വിളിച്ചത് അച്ഛൻ ബലാത്സംഗം ചെയ്തിട്ട്. ഞാൻ നിരന്തരം കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്. ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് വീട്ടിലുള്ള ബന്ധുക്കളായിട്ടുള്ള പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളാണ് എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുക. കുട്ടികളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അന്തരീക്ഷം നമുക്ക് നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായി പോകുന്നത്? നമുക്ക് പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണ്, ധ്യാനത്തിൻ്റെ കുറവുകൊണ്ടാണ്. നല്ല വിശ്വാസികളുടെ കുടുംബത്തിലുള്ള തന്നെ ഒരു മനസ്സുള്ള, ചിന്തയുള്ള, സ്വാതന്ത്ര്യബോധമുള്ള വ്യക്തികളാണ് നമ്മളുടെ ചുറ്റിരിക്കുന്ന എല്ലാവരും. ആ ഒരു മര്യാദ അവർക്ക് കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനാവുക. ഞാൻ പല പ്രാവശ്യം ഹിമാലയത്തിൽ പോയിട്ടുണ്ട്. ഒരു ഹിമാലയത്തിലെ തപോവൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ഒരു യോഗിയുടെ കൂടെ 3 ദിവസം താമസിച്ച് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ പ്രാക്ടീസ് എന്താണ്, അങ്ങ് ചെയ്യുന്ന സാധന എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, മര്യാദയാണ് എൻ്റെ സാധന. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന പക്ഷികളോട്, മനുഷ്യരോട്, എല്ലാറ്റിനോടും മര്യാദക്ക് പെരുമാറും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഷൗദ് അഡ്വക്കേറ്റ് രാമേന്ദ്രൻ സർ, വേദിയിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവർ, ഹബീബയുടെ ആദ്യത്തെ നോവൽ അമീർ കല്യാണി എന്ന പേരിൽ പുറത്തിറങ്ങുമ്പോൾ അമീർ കല്യാണി എന്നത് ഒരു രാഗത്തിൻ്റെ പേരാണ്. ഈ രാഗത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ധാരാളം കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ള ഒരു രാഗം. ഈ പുസ്തകം നമുക്ക് വായനാനുഭവം അത് തന്നെയാണ്. ഇറക്കങ്ങളെക്കാൾ കൂടുതൽ കയറ്റങ്ങളാണ് എന്നുള്ളത്. സ്ത്രീ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനകളും സ്ത്രീ ജീവിതത്തിൻ്റെ വേദനകളും നിറഞ്ഞ കയറ്റങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ പേജുകൾ നിറയെ. നോവൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാഹിത്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു നിയതമായ ഘടനയിൽ നോവലിനൊരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ നോവലിനെ നിർവചിക്കുന്നു. അത് ഒരു കഥയിൽ നിന്ന് ധാരാളം കഥകളിലേക്ക് വൃക്ഷം പോലെ പടർന്ന് അങ്ങനെ പല കഥകളും ഉപകഥകളും ഒക്കെയായി പറയുന്ന ഒന്നിൻ്റെ പേരാണ് നോവൽ എന്ന് നമ്മൾ പൊതുവെ
പറയാറുണ്ട്. പക്ഷേ വെറും 57 പേജിൽ മാത്രം കഥ പറയുന്ന ഒരു നോവൽ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആ ഘടനയ്ക്ക് പുറത്തു നിൽക്കുന്നത് കൊണ്ടോ ആ ഘടനയോട് ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ടോ വേണമെങ്കിൽ നമുക്കിതിനെ നോവലൈറ്റ് എന്നോ ലഘു നോവൽ എന്നോ ഒക്കെ വിളിക്കാം. കാരണം അങ്ങനെ ഒരു വിഭാഗം കൂടിയുണ്ട്. MTയുടെ മഞ്ഞും AR മീരയുടെ പുസ്തകങ്ങളും ഒക്കെ നമ്മൾ ആ വിഭാഗത്തിൽ വായിച്ചിട്ടുണ്ട്. നോവൽ എന്ന് പറയുന്നതിനപ്പുറം വേണമെങ്കിൽ ഒരു ഇരുത്തത്തിൽ വായിക്കാവുന്ന ഒരു നോവലൈറ്റാണ്. കാരണം ഒരു കേന്ദ്ര കഥയെ പ്രമേയമാക്കി ആ കഥയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൽ ചെയ്യുന്നത്. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുത്താൾ പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനേക്കാൾ വേദനിക്കുന്ന ജീവിതങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ നിരത്തി നിങ്ങൾ ഇതിനെ നിസാരവൽക്കരിച്ചേക്കാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് പറയാൻ ഇതിനേക്കാൾ വേദനിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാവും. അത് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ അനുഭവത്തെ, എഴുത്തിന്റെ അല്ലെങ്കിൽ ഈ നോവലിലെ കഥാപാത്രത്തിന്റെ അനുഭവത്തെ നിങ്ങൾ നിസാരവൽക്കരിച്ചേക്കാം എന്ന് പറയുന്ന ഒരു പ്രസ്താവനയോടുകൂടിയാണ് ഇതിന്റെ ആമുഖം ആരംഭിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായി, കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ പല നിലകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ധാരാളം പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ധാരാളം കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളം ജീവിത അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ധാരാളം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ധാരാളം നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു പറയലിനുള്ള പ്രസക്തി എന്നുള്ളൊരു ചോദ്യം ബാക്കി. നമ്മൾ സാവിത്രി റോയിയുടെ നെല്ലിൻ്റെ ഗീതം, അതേപോലെ ധാരാളം പുസ്തകങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. ഇപ്പോൾ ഈ അടുത്ത് പുറത്തിറങ്ങിയ ജിത്താ ജോസിന്റെ ആനന്ദഭാരം പോലുള്ള പുസ്തകങ്ങളൊക്കെ സ്ത്രീയുടെ വേദനയെയും ജീവിതത്തെയും കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ പ്രസക്തി? തീർച്ചയായും ഓരോ വേദനയും, ഈ ഇതിന്റെ പുറന്താൾ കുറിപ്പിൽ ഷൗക്കത്ത് പറയുന്നൊരു വാക്യമുണ്ട്, ഈ നോവ് എന്ന് തുടങ്ങിയതാണ് എന്നുള്ളൊരു ചോദ്യം. സ്ത്രീയുടെ ഈ നോവ് എന്ന് തുടങ്ങിയതാണ്. ഇത് നൂറ്റാണ്ടുകളായി തുടങ്ങിയിട്ടുണ്ട്. കുറേ ആളുകൾ ഇത് പങ്കുവെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊരു അവസാനമുണ്ടോ എന്നുള്ള ചോദ്യം, ഇതിന് അവസാനമില്ല എന്ന ഉത്തരമാണ് ഈ പുസ്തകത്തിന്റെ പ്രസക്തി. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീയുടെ വേദന അത് വീടുകളിലും പുറങ്ങളിലും എവിടെയും അവൾ അനുഭവിക്കുന്ന നിരന്തരമായ അവഗണനയും വേദനയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കലുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ നോവലിന്റെ ഒരു പ്രസക്തി. ഞാൻ ഷൗക്കത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, എവിടെ നിന്നാണ് ഈ നോവൽ ആരംഭിച്ചത്? ശരിക്കും കുറേ കാലങ്ങളായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം. ആറ്റൂരിന്റെ സംക്രമണത്തിൽ പറയുന്ന വരിയുണ്ട്, കുറേ നാളായി ഉള്ളിൽ ഒരുത്തി തൻ ജഡമളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകിയാണ് ഞാൻ നടപ്പതെങ്കിലും, അരികത്തുള്ളവരും അകലത്തുള്ളവരും ഇവരൊക്കെ ഇങ്ങനെ പിന്നെ ഈ വേദനയും ഈ നാറ്റവും ഒക്കെ നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിന് യാതൊരു അവസാനവും. എന്നിട്ട് പറയുന്ന വരി ഇതാണ്, മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകി ഒരൊറ്റ നക്ഷത്രവും, അവളോളം നേരത്തെ ഇടഞ്ഞെണീറ്റിൽ ഒരൊറ്റ സൂര്യനും. എന്നിട്ട് പറയുന്ന വരിയാണ്, സ്ത്രീ ജീവിതത്തെ ഇപ്പോഴും എപ്പോഴും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. കുറെ കാലമായി ഈ നടത്തം തുടങ്ങിയിട്ട്, കുറെ കാലമായി മുന്നേറ്റം തുടങ്ങിയിട്ട് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ ഇപ്പോഴും ആ പുറപ്പെട്ട ഇടത്ത് തന്നെ നിൽക്കുന്ന ഭീതിതമായ അവസ്ഥ, വേദന നിറഞ്ഞ അവസ്ഥയാണ് ഈ നോവലിലും ചിത്രീകരിക്കുന്നത്. അങ്ങനെ പുറപ്പെട്ട ഇടത്ത് തന്നെ നിൽക്കുന്ന സ്ത്രീ ശബ്ദങ്ങളിൽ ഒരു ശബ്ദമാണ് ഈ നോവലിൽ നമ്മൾ കേൾക്കുന്നത്. ഈ അന്യന്റെ വേദന, ഇപ്പോൾ ONVയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലോ, അന്യന്റെ ദുഃഖങ്ങൾ അപാര സമുദ്രങ്ങൾ, എന്റെ ദുഃഖങ്ങൾ കടൽ ശംഖുകൾ. പക്ഷെ സൂക്ഷിച്ചാലോചിച്ചാൽ നമുക്കറിയാം, അന്യന്റെ വേദനയെ കുറിച്ചൊന്നും നമ്മൾ അത്രത്തോളം ആലോചിക്കുന്നില്ല. നമുക്കെപ്പോഴും നമ്മളുടെ വേദനകൾ അപാര സമുദ്രങ്ങളും അന്യന്റെ വേദനകൾ കടൽ ശംഖുകളും തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിന്റെ വേദനയെ ഞാൻ അപ്പുറത്ത് അനുഭവിക്കുന്ന മറ്റൊരു ജീവിതത്തെ ചേർത്ത് വെച്ച് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട്, അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് അതിന്റെ വിലയെ നമ്മൾ നിശ്ചയിക്കാൻ ശ്രമിക്കാറില്ല. നേരെ മറിച്ച് ഞാൻ അനുഭവിക്കുന്ന വേദന എപ്പോഴും അത് എൻ്റെ വേദന, അത് സ്ത്രീ എന്ന് പറയുന്ന സമൂഹത്തിന്റെ വേദനയാണ്. അങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ നോവലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്, സൈറ. എൻ്റെ സൂചനകളൊക്കെ ഇവിടെ നേരത്തെ നൽകിയിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ നോവലിൽ പറയുന്നത് കളിപ്പന്തലിൽ നിന്ന് കല്യാണപ്പന്തലിലേക്ക് നേരെ എടുത്ത് എറിയപ്പെട്ട ഒരു പെൺകുട്ടി. 15 വയസ്സ് കഴിയുന്ന ഉടനെ
കണ്ണുപൊത്തി കളിക്കുന്നിടത്ത് നിന്ന് കല്യാണ പന്തലിലേക്ക് നേരെ കൊണ്ടുപോയ ഒരു പെൺകുട്ടി. അവളേക്കാൾ എത്രയോ പ്രായം കൂടിയ ഒരു പുരുഷന്റെ മുന്നിലേക്ക് അവൾ എത്തുകയും അയാൾ ഒരു വേട്ടക്കാരനെ പോലെയോ ഉഴവുകാരനെ പോലെയോ കാത്തിരിക്കുന്ന ഒരാൾ. അയാൾക്ക് അവളൊരു മാംസകഷ്ണം മാത്രമാണ്. സൈറ ശരിക്കും ഒരു ക്രൂരമൃഗത്തെ പോലെ അയാൾ ഇങ്ങനെ കുടഞ്ഞെറിയുന്നു. ആ വേദനയിൽ നിന്ന് അവൾ ചിത്രകാരി എന്ന് പറയുന്ന ഷാഹിനായുടെ കഥയില് വീട്ടിലുള്ള അടുപ്പത്തെ പണി ഒരു കടലാണ് ഫിസേ എന്നാണ് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഉമ്മ ഈ കടലിൽ അകപ്പെട്ട ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായിട്ട് എന്റെ പിന്നാലെ വരുന്ന സ്ത്രീകളെയും ഈ കടലിലേക്ക്, ഈ ചുഴിയിലേക്ക് വലിച്ചിടാൻ വേണ്ടി അതിന്റെ ഒരു പരമ്പരയാണ് ഈ ഉമ്മ. അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത് ഇതൊക്കെ സ്വാഭാവികമാണ്, എന്തും സഹിച്ച് നീ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ ഉപ്പ അവളെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഈ ദുരിതം കേട്ടിട്ട് ഉപ്പ അവളെ തിരിച്ചു കൊണ്ടുവരികയാണ്. 16-ാം വയസ്സിൽ വിവാഹമോചനം നേടി അവള് വീണ്ടും പഠിക്കാൻ ആരംഭിക്കുന്നതാണ്. നമ്മൾ പാഠം ഒന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമ നമ്മളൊക്കെ കണ്ടു. പാഠം ഒന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അതേപോലെ 16-ാം വയസ്സിൽ വിവാഹമോചിതയായി അവൾ തിരിച്ചു വെച്ചു. പിന്നീട് കുറെ കാലം വീട്ടിൽ നിൽക്കുമ്പോൾ ഷൗക്കത്തോടെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, വീട്ടിലെ അച്ഛൻ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവത്തെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ കാരണം അപ്പോഴും ഉമ്മ പറയുന്നത് ഈ പറഞ്ഞതാണ്, അതൊക്കെ സ്വാഭാവികമാണ് എന്നതാണ്. ഉപ്പ അവളുടെ രക്ഷയ്ക്ക് എത്തുന്നുണ്ട്. ജയിലിൽ നിന്ന് വരുമ്പോൾ വീട്ടുകാർ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. 3-ാമത്തെ തവണയും അവൾ ഇറങ്ങി പോകുമ്പോൾ ഉപ്പ പറയുന്നത് ഇനി മേലാൽ എനിക്കിങ്ങനെ ഒരു മോളില്ല എന്നാണ് പറയുന്നത്. പക്ഷേ 24-ാമത്തെ പേജിൽ നമ്മളുടെ കണ്ണ് നനയിക്കുന്ന ഒരു രംഗമുണ്ട്. ശരിക്കും അത് വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. ആ രംഗം ഇതാണ്: ആശുപത്രിയിൽ ഒട്ടും വയ്യാതെ അവൾ കിടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരും അറിയാതെ ഉമ്മ അവളെ കാണാൻ വരികയാണ്. ഉമ്മയാണ് കാണാൻ വരുന്നത്. ചേർത്ത് പിടിച്ച ഉപ്പയല്ല, നീ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ ചേർത്ത് പിടിച്ച ഉപ്പയല്ല, എല്ലായ്പ്പോഴും അവളെ തള്ളിപ്പറഞ്ഞ, എല്ലായ്പ്പോഴും അവളെ ചീത്ത പറഞ്ഞ, ഉപേക്ഷിച്ച ഉമ്മ വന്ന് അവളെ കാണുന്നു. അത് വല്ലാത്തൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് അമ്മമാരുടെ സ്നേഹം എന്നൊക്കെ പറയുന്നത്. നമ്മളിപ്പോൾ പുതിയ കാലത്ത് ഐഡിയോളജി ഓഫ് മദർഹുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ തിരസ്കരിക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ എവിടെയായാലും അമ്മയുടെ സ്നേഹത്തിന്റെ വല്ലാത്തൊരു അടയാളം ഈ 24-ാമത്തെ പേജിൽ നമ്മൾ ഒരു 4-ാമത്തെയോ 5-ാമത്തെയോ അധ്യായത്തുമ്പോൾ സൈറ പറയുന്നുണ്ട്, ആളുകൾ ജീവിക്കുന്നത് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാനാണ് എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്തിന്റെ പ്രതിനിധി കൂടിയാണ് സൈറ. അവരുടെ ധാരണ എന്തായിരുന്നു വെച്ചാൽ ഈ സ്ത്രീകൾ ജീവിക്കുന്നത് തന്നെ എന്തിനാണ്? കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവുക. ഈ ഒരു റിപ്രൊഡക്റ്റീവ് യന്ത്രമായിട്ടുള്ള ഒരു സാധനമാണ് സ്ത്രീ എന്ന് കരുതിയിരുന്ന ഒരു കാലത്തിന്റെ പ്രതിനിധി കൂടിയാണ് സൈറ. അങ്ങനെ 2-ാമത്തെ ഭർത്താവ് മരിച്ചു പോകും. ആ മരിച്ചു പോകുന്നതിന്റെ സൂചനയാണ് നമ്മൾ കഥയുടെ ആദ്യ ഭാഗത്ത് കാണുന്നത്. 2-ാമത്തെ ഭർത്താവ് മരിച്ചു പോകുന്ന സമയത്ത് അശ്ലീലം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഒന്ന് എങ്ങനെയാണ് ശ്ലീലമാകുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. എങ്ങനെയാണ് സ്നേഹത്തിന്റെ പിടിവലിയില്ലാതെ ഒരു മനുഷ്യൻ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ കണ്ടെത്തുകയും അതുമായി ബന്ധപ്പെട്ട് അതിൽ പറയും. 14-ാം അധ്യായത്തില് കാമുകനെ പിരിയാൻ അവൾ തീരുമാനിക്കാം. അതിനൊരു കാരണമുണ്ട്. കാരണം ഒരു സ്വാഭാവികമായ മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ മക്കൾ, കുടുംബം, ഭക്ഷണം, വസ്ത്രം, യാത്ര, ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയി അല്ലേ? ഹൈറാർക്കി ഓഫ് എബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പറയുന്നത് പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോഴാണ് പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ നേടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ സംതൃപ്തനാണ്. അതുപോലെയാണ് സൈറ കഥയുടെ അവസാന ഭാഗത്തെത്തുമ്പോഴേക്കും സൈറ സംതൃപ്തയാണ്. ഇങ്ങനെ സംതൃപ്തയായിക്കൊണ്ട് അവൾ പ്രഖ്യാപിക്കുകയാണ് ആ കാമുകനുമായുള്ള, താൻ സ്നേഹിച്ചിരുന്ന മനുഷ്യനുമായി അവൾ വഴിപിരിയുന്നിടത്താണ് ഈ നോവല് അവസാനിക്കുന്നത്. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവളുടെ മകൻ, അച്ഛൻ്റെ അറിയാവുന്ന വാക്യവും അത് തന്നെയാണ്. ആ അപവർഗം ഇതേവരെ നേടിയത് നെടുതായ വീർപ്പുകളാണ്. അവരുടെ വീർപ്പുകളാണ് പുതിയ പുതിയ എഴുത്തുകളായി, പുതിയ പുതിയ കവിതകളായി, നോവലുകളായി നാം കണ്ടുകൊണ്ടേയിരിക്കും. വിജിരാജനപ്പാടിനെ പോലെയുള്ള പുതിയ എഴുത്തുകാരുടെ എഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട് കവിത. ഏറ്റവും സൂക്ഷ്മവും തീക്ഷ്ണവുമായ സ്ത്രീ ജീവിതാനുഭവങ്ങൾ അത് നമ്മളെ തീർച്ചയായും പൊള്ളിക്കുക തന്നെ ചെയ്യും.
അതേപോലെ ഹബീബയുടെ അമീർ കല്യാണി എന്ന് പറയുന്ന ഈ നോവലിൻ്റെ സ്ത്രീ അനുഭവവും തീർച്ചയായും എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ തൊടും എന്ന കാര്യത്തിൽ സംശയമില്ല. പുസ്തകം കൂടുതൽ വായിക്കപ്പെടട്ടെ. iBooks ആണ് ഈ പുസ്തകം പുറത്തിറക്കിയത്. 120 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഒറ്റ ഇരിപ്പിൽ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പുസ്തകം കൂടുതൽ അറിയുകയും വായിക്കപ്പെടുകയും ചെയ്യട്ടെ. ഒരിക്കൽ കൂടി പറയുന്ന കാര്യം ഇതുമാണ്, സ്ത്രീകളുടെ ജീവിതം നമ്മൾ എവിടെയൊക്കെയോ കണ്ടു. എന്തിനാണ് ഇത് വീണ്ടും പറയുന്നത് എന്നതിന് ഒറ്റ വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട്. അങ്ങനെ ഈ സ്ത്രീ സമൂഹത്തിൻ്റെ ഓരോ വേറിട്ട ഒച്ചകളും ഈ സ്ത്രീ ജീവിതങ്ങളുടെ ആകെ ഒച്ചകളായി നമ്മളുടെ ചിന്തകളിൽ, ആലോചനകളിൽ, നമ്മളുടെ ഇടപെടലുകളിൽ, നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ വേദിയിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നതിലല്ല, ഏതെങ്കിലുമൊക്കെ സിദ്ധാന്തം പറയുന്നതിലല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ വീട്ടിലേക്ക്, നമ്മളുടെ ഹൃദയത്തിലേക്ക് ഈ സ്ത്രീ ജീവിതങ്ങളെ നോക്കിക്കാണേണ്ടതിൻ്റെ ആഴവും പരപ്പും മാറ്റാൻ ഒരു കണികയെങ്കിലും ഈ പുസ്തകത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. നന്ദി. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ സമയമൊക്കെ, വിലപ്പെട്ട സമയമൊക്കെ മാറ്റി നിർത്തി എനിക്ക് വേണ്ടി ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. എല്ലാവരും എന്നോട് പറയലുണ്ട്, ഹബീബ നിനക്ക് നല്ലൊരു ഭാഷയുണ്ടെന്ന്. അതെനിക്ക് കിട്ടിയത് എൻ്റെ വാപ്പയുടെ കയ്യിൽ നിന്നാണ്. എൻ്റെ വാപ്പ നന്നായിട്ട് വായിക്കും. രാവിലെ 5 മണി തൊട്ട് എണീക്കുമ്പോൾ വാപ്പ വായിക്കായിരിക്കും. രാത്രി 12 മണിക്ക് നോക്കുമ്പോൾ വാപ്പ വായിക്കായിരിക്കും. വാപ്പ എഴുതി തന്ന പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ട് പണ്ട് മദ്രസയിൽ പഠിക്കുമ്പോൾ ഒക്കെ എനിക്ക് സ്റ്റേറ്റ് ലെവലിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് വാപ്പയുടെ ഭാഷയുടെ ലാവണ്യം കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ വാപ്പയെ ഓർക്കുന്നു. പിന്നെ ഞാൻ ഷൗക്കയെ വിളിച്ചപ്പോൾ, ഹബീബ ഞാൻ തന്നെ വേണോ അങ്ങനെ ഷൗക്ക ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷൗക്ക തന്നെ വരണം. എല്ലാവരും ചോദിക്കും നിന്റെ ഷൗക്കത്ത് വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഷൗക്ക തന്നെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അത്രയും ദൂരെ എറണാകുളത്തുനിന്ന് ഇവിടെ വരെ വന്ന എൻ്റെ ഷൗക്കിക്ക് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരു വാപ്പയും ഒരു അച്ഛനും ഒരു ഡാഡിയും ഉണ്ട്. എൻ്റെ അച്ഛനാണ് എൻ്റെ വക്കീല്. എനിക്ക് എൻ്റെ അച്ഛനെ പോലെയോ, എനിക്ക് എൻ്റെ സ്വന്തം പോലെയാണ് എൻ്റെ വക്കീല്. ഞാൻ ഇങ്ങനെ സർഗവേദിയിൽ നിന്ന് എന്നോട് ചോദിച്ചു ആരാണ് ഈ ടി പി രാമചന്ദ്രൻ വക്കീൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ബാലമാഷ് പറഞ്ഞു അപ്പം ഭയങ്കര ഇഷ്ടം വക്കീലിനെയാണോ? ഞങ്ങളോടൊക്കെ കുറച്ചേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വക്കീലിനെ. എൻ്റെ വക്കീലിന് ഒരു 2 വണ്ടിയിൽ ആളെയൊക്കെ വന്നത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഞങ്ങളെ മഞ്ചേരി കലയിലെ കുറേ നല്ല അടിപൊളി കൂട്ടുകാരുണ്ട് എനിക്ക്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഡാഡി മാവേലിക്കരയിൽ നിന്ന് വളരെ വയ്യാതെ ക്ഷീണിച്ച് 2 ദിവസം മുമ്പേ ഇവിടെ എത്തിയതാണ്. ചിന്തുവും ഡാഡിയും ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എനിക്ക് വേണ്ടി എല്ലാം എൻ്റെ ജീവനാണ്. അവർക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ പിന്നെ അലീക്ക, കോഴിക്കോട് വന്നാൽ അലീക്ക എന്ന് വിളിച്ചാൽ ഫുഡ് അവിടെ റെഡിയാണ്. അതുപോലെ എൻ്റെ അലീക്ക, അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഗീർക്ക, അങ്ങനെ അതൊക്കെയാണ് എൻ്റെ സർഗവേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഉമ്മ, എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ഇഷ്ടപ്പെട്ട, എൻ്റെ കൂടെ പഠിച്ചവർ, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരു കാപട്യമല്ലാതെ എന്നെ സ്നേഹിക്കുന്ന, ഒന്നും ആഗ്രഹിക്കാതെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഞാൻ നന്ദി പറയണം. കൂടുതലൊന്നും സംസാരിക്കാനെന്ന് എനിക്കറിയില്ല. വയ്യാതെ ഇവിടെ വന്ന മുഹമ്മദ് ഖാൻ, എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം.